ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നവാബി സെമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെരുന്നാളിനൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റൂല കേട്ടോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബ്രാൻഡിൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമുള്ള പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഈ ഒരു സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കുന്ന ടൈമിൽ നമ്മൾ തിന്നായിട്ടുള്ള സേമിയം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പാക്ക്, അതായത് 100 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഈ ഒരു സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സേമിയയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു ബട്ടർ എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാണ്ട് തന്നെ ഒന്നൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കൈവിടാണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയാൽ മതി. അപ്പോൾ നമ്മൾ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ടൈം എടുക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പുഡിംഗ് ട്രേയിൽ ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയ പുഡിംഗ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ 2 ട്രേയിലേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബൗളിലേക്കും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ട്രേയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മിൽക്ക് പുഡിംഗ് മിക്സ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 500 ml പാലിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേറൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ആ ഒരു ടിന്നിൽ കണ്ടൻസ്ഡ് മിൽക്ക് പകുതി ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് മധുരം കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഒരു സേമിയയുടെ മുകളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ട്രേയിലും അതുപോലെ ഒരു ബൗളിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് പുറത്ത് തന്നെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് കട്ടിയാവാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടെടുക്കാം. ഞാനിതുപോലെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഇതുപോലെ ഒന്ന് ഒരു സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ട്രേയിലും ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ട്രേയിലും ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കുക. അപ്പോൾ ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കുക. പിസ്ത ഇതുപോലെ തന്നെ എല്ലാ ട്രേയിലും ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മളെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂറൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ടെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആയിട്ടുള്ള അടിപൊളി പുഡിംഗ് ആണ് ഇത്. ഞാനിപ്പോൾ ഇതവിടെ ഓവർനൈറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്